പറഞ്ഞാൽ അതാണ്. പ്രത്യക്ഷമായി നമുക്കറിയാവുന്ന ചില വിഷയങ്ങൾ മദ്ഹബിന്റെ ഇമാമിയങ്ങളൊക്കെ ചെയ്ത പണി അതാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു നിയമം മനസ്സിലാക്കാൻ കഴിയാതെ വരും. ഹദീസുകൾ രണ്ടാശയങ്ങൾ വൈരുദ്ധ്യമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ഹദീസുകൾ വരും. എങ്ങനെയാണ് അതിന്റെ സാഹചര്യം? അത് എപ്പോൾ പറഞ്ഞതാണ്? എന്തായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞപ്പോഴുള്ള ഉദ്ദേശം എന്തായിരിക്കണം? ഇത് മുജ്തഹിദീങ്ങളായ ഉലമാ പഠിച്ചെടുത്തു. അതാണ് നമ്മുടെ 4 മദ്ഹബ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ഇസ്ലാമിന്റെ പുറത്തു നിന്നല്ല അതിന്റെ അർത്ഥം. അല്ലേ? ഞങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതിയല്ലോ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന അറിയാത്തത് കൊണ്ടാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ അള്ളാഹു നൽകുന്ന ഇൽമു കൊണ്ടും ഈ ഉമ്മത്തിൽ അവരൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ നൂറ് കൊണ്ടും, അതാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരാണ് 4 മദ്ഹബിന്റെ ഇമാമുമാർ. അല്ലേ? മദ്ഹബിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ മനസ്സിലാകുന്ന ഒരു വിഷയത്തിൽ ഒരു മദ്ഹബും ഇടപെടില്ല. നിസ്കാരം ഫർളാണോ ഇല്ല, അത് മദ്ഹബ് ഷാഫി മദ്ഹബിൽ അങ്ങനെ സംഭവമില്ല. നേരെ മറിച്ച് അതിന്റെ വിശദീകരണങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് വുളു എടുത്തത്, ഓരോ ആലിമീങ്ങൾക്കും അവർക്ക് ലഭിക്കുന്ന ഹദീസുകളുടെ ബലാബലം നോക്കി അവർ കണ്ട് പഠിച്ച് സ്വഹാബത്തുമായി ചർച്ച ചെയ്ത് അവിടുത്തെ ഉലമാ അതിനനുസരിച്ച് പഠനം നടത്തി അവർ കണ്ടെത്തുന്ന മസ്അലയാണ് ഫിഖ്ഹിന്റെ മസ്അല ഇന്നതാണ്, ഇത് ഹലാലാണ്, ഇത് ഹറാമാണ്. ആരുവർ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇതാണ്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം ഇതാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആരാണെന്ന് അവരുടെ ഒരു ബയോഗ്രഫി ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ അന്തം വിട്ടുപോകും. ഈ പറയുന്ന ആളുകളൊന്നും ഇവരെ സംബന്ധിച്ച് പഠിക്കാത്തവരാണ്. നമുക്കൊക്കെ ചെയ്ത വലിയൊരു സേവനം ചെയ്തു പോയ ആളുകളാണ് മുഅ്മിനീങ്ങളെ. അവരൊക്കെ ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാവാത്തത് അള്ളാഹു നൽകുന്ന ഇൽമു കൊണ്ട് അവർ മനസ്സിലാക്കിയെടുത്തവരാ. നമുക്ക് പറഞ്ഞു എന്തേ ഇങ്ങനെ ജീവിച്ചോളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ തുനിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ നേരം ഉണ്ടാവില്ല, നമുക്ക് കുടുംബം പുലർത്താൻ ഇറങ്ങാൻ നേരം കിട്ടൂല. കാരണം ചർച്ച തീരണ്ടേ. അവർ ജീവിതകാലം മുഴുവനും ഇത് പഠനം നടത്തി. അങ്ങനെയാണ് മദ്ഹബുകൾ രേഖപ്പെട്ടത്, അങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടായത്. അതല്ലാതെ അത് ഇസ്ലാമിന്റെ പുറത്തുള്ളൊരു വിഷയമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ആളുകൾ. അങ്ങനെയല്ല മുഅ്മിനേ, അങ്ങനെയല്ല. അതൊക്കെ ദീനാണ്. ആരാണ് ഈ മഹാന്മാരൊക്കെ? 10 ലക്ഷം ഹദീസ് മനഃപ്പാഠം ഉണ്ടായിരുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ മുഴുവൻ ഹദീസ് നോക്കിയ 10 ലക്ഷം നമുക്ക് കിട്ടുമോ? ഇല്ല. 10 ലക്ഷം ഹദീസ് നമ്മുടെ കയ്യിലിപ്പുണ്ടോ? ഇല്ല. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുത്ത കാലത്ത് കഴിഞ്ഞവരാണ്. അവരുടെ മെമ്മറി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൻ ഫിൽ ലുഗ, അറബ് ഭാഷാശാസ്ത്രത്തിൽ ഇമാമുന ശാഫിഈ തങ്ങളുടെ വാക്ക് തെളിവാണ്. ആര് പറയുന്നു? ഭാഷാശാസ്ത്രജ്ഞന്മാർ. അങ്ങനത്തെ മഹാനാണ് വിശുദ്ധ ഹദീസും ഖുർആനും ചർച്ച ചെയ്ത് മനസ്സിലാക്കി തന്നത്. സുബ്ഹാനല്ലാഹ്. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി 15-ാമത്തെ വയസ്സായപ്പോൾ ബഗ്ദാദിന്റെ ഖാദിയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഖാദി, ജഡ്ജ്. ഈജിപ്തിൽ വന്നപ്പോൾ ഖാദിയാണ്. വയസ്സ് 15 വയസ്സ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? 15 വയസ്സിൽ അന്ന് ആരൊക്കെ മഹാന്മാരായ താബിഈങ്ങളും വലിയ വലിയ ആലിമീങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഖാദിയായി അവരോധിക്കുകയാണ് ഉണ്ടായത്. എന്തിന്? അതിനു മാത്രമുള്ള പക്വത 15 വയസ്സുകൊണ്ട് നേടിയെടുത്ത മഹാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ബയോഗ്രഫി പഠിക്കും, ആരാണ് ഷാഫി ഇമാം എന്ന് പഠിക്കും. എന്നിട്ട് മതി അവരുടെ മേലിൽ കയറി പറയാൻ. മഹാന്മാരാണ് മുഅ്മിനീങ്ങളെ, മഹാന്മാരാണ്. ഇന്നും ഈജിപ്തിലുള്ള ബഹുമാനപ്പെട്ടവരുടെ മഖാമിന്റെ ഒരു കുബ്ബയുടെ മുകളിൽ ഒരു അന്നത്തെ ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ ഒരു കൊച്ചു തോണി പോലത്തെ ഒരു ബോട്ട് പോലത്തെ സാധനം അവരുടെ അന്ത്യവിശ്രമ സ്ഥാനം കിടക്കുന്ന ഈജിപ്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു ചെറിയൊരു ബോട്ട് പോലുണ്ട്. ഉലമാ എന്താ പറഞ്ഞത്? അതിന്റെ താഴെ കിടക്കുന്നത് ഇൽമിന്റെ ഒരു ബഹ്റാൻ, സമുദ്രമാണ് കിടക്കുന്നത്. അതിന്റെ മേലെ ആ ബോട്ടായിക്കോട്ടെ, ഇത് ബഹ്റാണ് കിടക്കുന്നത്. അങ്ങനെ അന്നത്തെ ലോക ആലിമീങ്ങൾ മുഴുവനും ഇജ്മാഅ് ചെയ്ത മഹാന്മാരാണ് മദ്ഹബിന്റെ ഇമാമുമാർ. ഇതൊന്നും അറിയാതെ ആൾക്കാരെ കിട്ടും മൈക്ക് കെട്ടി പറയാൻ. അവരെ തള്ളി പറയാന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്ത സേവനങ്ങൾ എത്രയാ മുഅ്മിൻ നന്ദി കാണാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ തലകറങ്ങി നമ്മൾ തിരിച്ചു വന്നാലും ഈ 4 മദ്ഹബിന്റെ ഇമാമ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോ ഒരൽപ്പം വിനയൊക്കെ നല്ലതാ. നമ്മളെക്കാളൊക്കെ വലിയ ആൾക്കാരോട് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നത് മനസ്സിന് നല്ലതാ. അത്രയും നമുക്ക് അത്തരക്കാരോട് പറയാനുണ്ട്. ഒന്ന് ആലോചിച്ച് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ പറയല്ല, പറയാൻ എന്തൊക്കെ പറയാം. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ കാര്യം പറയാൻ പാടുണ്ടോ? അത് എവിടെന്നാ കിട്ടിയത്? മദ്ഹബിന്റെ ഇമാമികൾ അനുസരിക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം. വഉലിൽ അംരി മിൻകും, വിശുദ്ധ ഖുർആൻ നിങ്ങളിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾക്കും. ആരാണ് ഏറ്റെടുക്കുന്ന? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉലമാ കൊടുത്ത അതിന്റെ വ്യാഖ്യാനം എന്താണ്? അൽ ഉലമാ, പണ്ഡിതന്മാർ, അവരാണ് വിഷയം മനസ്സിലാക്കിയെടുക്കുന്നത്. ഖുർആനെന്നും ഹദീസെന്നും മനസ്സിലാക്കിയെടുക്കുന്ന ഉലമാ, പിന്നെ അത് നടപ്പിലാക്കുന്ന ഉമറാക്കന്മാർ, ഭരണാധികാരികൾ, നാട്ടിലെ പ്രമാണിമാർ, അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്ന പ്രമാണിമാർ, എന്തെങ്കിലും നടപ്പാക്കുന്നവരല്ല. അപ്പോ ഉലിൽ അംറിനനുസരിക്കണം എന്നുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ അള്ളാഹും റസൂലും പറഞ്ഞത് മനസ്സിലാക്കിയെടുത്ത് പറഞ്ഞു തരുന്ന ഉലമാ പറഞ്ഞതും കേൾക്കണം എന്നാണ്.